GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. ഒട്ടകങ്ങൾ, കുതിരകൾ എന്നിവ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിയുന്ന രീതിയിൽ റോഡരികിൽ പരിസ്ഥിതി സങ്കേതമൊരുക്കുന്നു. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് ജീവജാലങ്ങൾക്ക് സംരക്ഷണമേകാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. കാട്ടുചെടികൾ, മരങ്ങൾ, മൃഗങ്ങൾ, പ്രാണികൾ, ഉരകങ്ങൾ എന്നിവയെ സംരക്ഷിക്കുന്നതിനും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളായ ഈ സംരംഭം ആളുകൾക്ക് നടക്കാൻ കഴിയുന്ന പാർക്കുകളായി കണക്കാക്കരുത് എന്ന് റേഡിയോയിലും ടെലിവിഷനിലുമായി നടക്കുന്ന ഡയറക്റ്റ് ലൈൻ പ്രോഗ്രാമിലൂടെ സുൽത്താൻ ഓർമ്മിപ്പിച്ചു. പ്രാണികൾ, ഉരകങ്ങൾ, പക്ഷികൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങൾക്ക് സുരക്ഷിത താവളമൊരുക്കുന്ന പദ്ധതിയിൽ പൊതുജനങ്ങളുടെ പ്രവേശനം സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. മെട്രോ, ട്രാം എന്നിവയിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം നീക്കിയതായി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു. സീറ്റില്ലാതെ മടക്കാവുന്ന ഈ സ്കൂട്ടറുകൾ നിബന്ധനകൾക്ക് വിധേയമായി മെട്രോയിലും ട്രാമിലും ഏത് സമയങ്ങളിൽ കൊണ്ടുപോകാം. എന്നാൽ 120 സെൻറ്റിമീറ്റർ, 70 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ എന്ന നിബന്ധന പാലിച്ചിരിക്കണം. കൂടാതെ ഈ സ്കൂട്ടറുകളുടെ ഭാരം 20 കിലോയിൽ കൂടാനും പാടില്ല. യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ ഈ വർഷം മാർച്ച് 1 മുതലാണ് ഈ സ്കൂട്ടറുകൾക്ക് RTA നിയന്ത്രണം പ്രഖ്യാപിച്ചിരുന്നത്. ദുബായിൽ പൊതുജനത്തിന് ശല്യമാകുന്ന രീതിയിൽ അമിതമായി ശബ്ദമുണ്ടാക്കിയ 176 വാഹനങ്ങൾ ദുബായ് പോലീസ് പിടികൂടി. 3 മാസത്തിനിടെയാണ് ഇത്രയും വാഹനങ്ങൾ പിടിയിലായത്. അശ്രദ്ധമായി വാഹനമോടിക്കുന്ന ഡ്രൈവർമാരെ കണ്ടെത്തുന്നതിനായി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ദുബായ് ട്രാഫിക് പോലീസ് പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ഇതിൽ നിയമലംഘനം കണ്ടെത്തിയ വാഹനങ്ങളാണ് പിടിച്ചെടുത്തതെന്ന് ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാഫിക് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സെയ്ഫ് മെഹർ അൽ മസ്രൂയി വ്യക്തമാക്കി. നിയമലംഘനം നടത്തിയ 251 ഡ്രൈവർമാരെയാണ് ക്യാമ്പയിനിലൂടെ കണ്ടെത്തിയത്. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി.